മാസ്റ്റർ കീയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോസ്പിറ്റൽ ഫാർമസിയുടെ കുറച്ച് MCQs ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ട് ഹോസ്പിറ്റൽ ഫാർമസിയെ പറ്റി നമുക്കൊരു കൺസെപ്റ്റ് വേണം. എന്താണ് ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമ്മൾ പഠിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരു ഫാർമസി റൺ ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യണം, എത്ര തരം ഹോസ്പിറ്റലുകളുണ്ട്, ഓരോ തരം ഹോസ്പിറ്റലിൽ എത്ര ഫാർമസിസ്റ്റുകളുടെ ആവശ്യകതയുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഹോസ്പിറ്റൽ ഫാർമസി. സോ ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ഈ പറയുന്ന ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Alcohol hallucinosis is commonly treated with. So alcohol hallucinosis, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും അല്ലെ? ആൽക്കഹോൾ എന്താണ്, ഹാലൂസിനേഷൻ എന്താണ്? ഈ രണ്ട് വേർഡ്സും ഒരുമിച്ച് വെക്കുക. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഒരു തോട്ടാണ് അല്ലെ? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ദി വിൽ ബി ഫേസിങ് ഡിഫറെന്റ് പ്രോബ്ലംസ് അല്ലെ? നമ്മുടെ പേഷ്യന്റ് ആൽക്കഹോൾ കഴിക്കുന്ന സമയം, ഇഫ് ഹീസ് എ ക്രോണിക് ആൽക്കഹോളിക്, ആ ആൽക്കഹോൾ വിഡ്രോ ചെയ്യുന്ന സമയം പേഷ്യന്റിന് ചില സമയം ഹാലൂസിനേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് കൂടുതലായിട്ടും ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ആയിരിക്കും. അതായത് കേൾക്കാത്തത് കേട്ടു എന്ന് തോന്നാം. ഓക്കെ, ഇനി വിഷ്വൽ ഹാലൂസിനേഷൻ ഉണ്ട്. എന്താണ്? കാണാത്തത് കണ്ടു എന്ന് തോന്നാം. അപ്പം ഹാലൂസിനേഷൻ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ആൽക്കഹോളിക് ക്രോണിക് ആയിട്ട് ആൽക്കഹോളിന് അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഡ്രോവൽ എന്ന സമയത്ത് കുറച്ച് പ്രോബ്ലംസ് പേഷ്യൻ്റ് ഫേസ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു വിഡ്രോവൽ സമയത്ത് പേഷ്യൻസ് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ആൽക്കഹോൾ ഹാലൂസിനോസിസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫീലിംഗ്, അതായത് ദേ വിൽ ബി ഹിയറിംഗ് സംതിങ് that will not be real. ഓക്കെ, അപ്പം അവര് ചിലപ്പോൾ കേട്ടു എന്ന് അവർക്ക് തോന്നാം, അവര് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, അവരോട് ആരോ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നൊക്കെ അവർക്ക് തോന്നാം. പക്ഷേ അത് അവരുടെ വെറും തോന്നൽ മാത്രമാണ്. അങ്ങനെ ഒരു ശബ്ദരേഖ അവിടെ വരാൻ സാധ്യതയില്ല. സോ അത് യൂഷ്വലി പേഷ്യൻസിൽ കാണുന്നത് ആൽക്കഹോൾ വിഡ്രോവലിന്റെ സമയത്താണ്. അപ്പം ആൽക്കഹോൾ വിഡ്രോവലിന്റെ സമയത്ത് പേഷ്യൻസിന് ഒരുപാട് സിംറ്റംസ് അവർ പുറത്തേക്ക് കാണിക്കാം. സോ ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന കാറ്റഗറിയിൽ ഏത് ഏജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദ്യം. ബെൻസോതൈസീൻ ആണോ, കെഫീൻ ആണോ, ഓക്സിജൻ ആണോ, ബാർബിറ്റുറേറ്റ് ആണോ എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ കെഫീൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. ഫിനോതയാസിൻ ആണ് അതിന്റെ ആൻസർ, അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഉത്തരമായിട്ട് മാറിയത് എന്ന് നമുക്ക് നോക്കാം. സോ കെഫീൻ എന്താണ്? കെഫീൻ ഇസ് CNS സ്റ്റിമുലന്റ്. ഓക്കെ, സോ കെഫീൻ ഇസ് CNS സ്റ്റിമുലന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് കെഫീൻ എന്ന് പറയുന്നത്. ദെൻ ഓക്സിജൻ നമുക്കറിയാം അല്ലെ? ഓക്സിജൻ ഇസ് എ സപ്ലിമെന്റ് ടു ദ ബോഡി ഇറ്റ് സെൽഫ്. ദെൻ ബാർബിറ്റുറേറ്റ്സ് ഒരിക്കലും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് വിൽ ലീഡ്സ് ടു ടോക്സിസിറ്റി. ഓക്കെ, ആ പേഷ്യന്റ് റിലീഫ് അത് ഒരിക്കലും കൊടുക്കില്ല. സോ ഇറ്റ് കനോട്ട് ബി യൂസ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ആൽക്കഹോൾ ഹാലൂസിനോസിസ്. ആൽക്കഹോൾ ഹാലൂസിനോസിന്റെ സമയത്ത് അപ്പോൾ കൊടുക്കാൻ സാധിക്കുന്ന ഏജന്റ് ഫിനോതയാസിൻ ആണ്. ഓക്കെ, സോ ഫിനോതയാസിൻ എന്തുകൊണ്ടാണ് ഉത്തരം വന്നത്? ആൽക്കഹോൾ ഹാലൂസിനോസിന്റെ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏജന്റ് ആണ് ആന്റി സൈക്കോട്ടിക്സ്. ഓക്കെ, സോ ആന്റി സൈക്കോട്ടിക്സ് എന്ന കാറ്റഗറിയിലാണ് ഫിനോതയാസിൻ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബെൻസോഡയസപീൻസും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാം പേഷ്യന്റിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻസ്. സോ ആന്റി സൈക്കോട്ടിക്സ്, സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് ഒക്കെ നമുക്ക് ആൽക്കഹോൾ ഹാലൂസിനേഷൻ സമയത്ത് കൊടുക്കാം. അതുകൂടാതെ അഡീഷണലി ബെൻസോഡയസപീൻസ് നമുക്ക് പേഷ്യന്റിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ അവർ ക്വസ്റ്റ്യൻ ഈസ് ആൽക്കഹോൾ ഹാലൂസിനോസിസ് ഇസ് കോമൺലി ട്രീറ്റഡ് വിത്ത്. സോ ഇറ്റ് ഇസ് കോമൺലി ട്രീറ്റഡ് വിത്ത് ആന്റി സൈക്കോട്ടിക്സ്. നമ്മുടെ കാറ്റഗറി ഓഫ് ഡ്രഗ്സിനകത്ത് ആന്റി സൈക്കോട്ടിക്സ് ആയിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടോക്സിക് ഇഫക്റ്റ് ഓഫ് ആൽക്കഹോൾ. സോ ആൽക്കഹോൾ എന്ന് പറയുന്ന ഏജന്റ് ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റുകൾ നമുക്ക് അറിയണം അല്ലെ? സോ ഈ താഴെ പറയുന്നത് മയോസിസ് ആണോ, മിഡ്രിയാസിസ് ആണോ, റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണോ, CNS സ്റ്റിമുലേഷൻ ആണോ? ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാം. ടോക്സിക് ഇഫക്റ്റ് എന്നാണ് ചോദ്യം, അല്ലാതെ വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ആൽക്കഹോൾ എന്നല്ല ക്വസ്റ്റ്യൻ.
ടോക്സിക് ഇഫക്റ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. സോ മേജർ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വളരെ എന്താ പറയാ ഭയാനകമായ ഒരു തെറ്റ് എന്താന്ന് വെച്ചാൽ അവർ യൂഷ്വലി ആൽക്കഹോൾ എടുക്കും, അതിന്റെ കൂടെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ഏജൻസ് എടുക്കും. ദർ ഓൺ നോ ദ മേജർ ഇൻകോമ്പാക്റ്റബിലിറ്റി ബിറ്റ്വീൻ ദീസ് ഏജൻസ്. മിക്കവാറും ഉള്ള ഡ്രഗ്സ് ഒക്കെ തന്നെയും ആൽക്കഹോളുമായിട്ട് ഇൻകോമ്പാക്റ്റബിൾ ആണ്. ആൽക്കഹോൾ ആ ഡ്രഗിന്റെ ഇഫക്റ്റ് കൂട്ടാനും ബോഡിയിൽ തന്നെ ഒരു ലീതൽ ഇഫക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. സോ ആൽക്കഹോൾ should not be given with other drugs, and alcohol കൊടുക്കുന്ന സമയം it can lead to a toxic effect like respiratory depression. Okay, next question, which of the following is a serotonin antagonist? Okay, so glutathamide ഉണ്ട്, caffeine ഉണ്ട്, tolbutamide ഉണ്ട്, methyl sergide ഉണ്ട്. Okay, in all these options ഏതാണ് ഒരു സെറോട്ടോണിൻ ആന്റഗോണിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെറോട്ടോണിൻ ആന്റഗോണിസ്റ്റ് എന്നായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ. സോ ഓരോ കാറ്റഗറി ഓഫ് ഡ്രഗും എന്താണ് എന്ന് നോക്കാം കേട്ടോ. സോ ഗ്ലൂട്ടത്തമൈഡ് എന്താണ്? ഒരു ഗാബ അഗോണിസ്റ്റ് ആണ് ഗ്ലൂട്ടത്തമൈഡ്. സ്ട്രക്ചർ ഒക്കെ സിമിലർലി നമ്മുടെ ഫീനോബാർബിറ്റോണിന്റെ സ്ട്രക്ചറുമായിട്ടൊക്കെ കുറച്ച് സിമിലർ ആണ്. ഓക്കെ, സോ ഫീനോബാർബിറ്റോൺ ഒക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തിരുന്നത്? ഹിപ്നോട്ടിക് സെഡേറ്റീവ് കാറ്റഗറി. സോ അതേ ഒരു ആക്ഷൻ ആണ് ഗ്ലൂട്ടത്തമൈഡ് നമുക്ക് തരുന്നത്. ഇറ്റ് ഈസ് എ used in the treatment of insomnia. So what is insomnia? ഉറക്കക്കുറവെന്നൊക്കെ പറയും അല്ലേ പേഷ്യൻസിന്. സ്ലീപ്ലെസ്നെസ് വരുന്ന ഒരു കണ്ടീഷൻ ആണ്. സോ insomnia is the therapy. ഗ്ലൂട്ടത്തമൈഡ് യൂസ് ചെയ്ത് ഇൻസോംനിയയ്ക്ക് വേണ്ടി. അടുത്ത നമുക്ക് കെഫീനിലേക്ക് പോവാം. കെഫീൻ ഒരു സ്റ്റിമുലന്റ് ആണ്. ഓക്കെ, ഇപ്പം വാസോ ഡയലറ്റേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഇതാ നോക്കൂ, മെമ്മറി, മൈഗ്രെയിൻ, ഹെഡ് ഏക്ക് പോലെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് കെഫീൻ. അതേപോലെ തന്നെ ഒബീസിറ്റിയിലും യൂസ് ചെയ്യും. ദെൻ അത്ലറ്റിക് പെർഫോമൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? കെഫീൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടോൾബ്യൂട്ടമൈഡ്. സൾഫനൈഡ് യൂറിയ കാറ്റഗറി ആണ്. ഡയബറ്റിസ് മെലിറ്റസിന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ടോൾബ്യൂട്ടമൈഡ്. ഓക്കെ, സോ ഈ പറയുന്ന ഒരു ഏജന്റും തന്നെ സെറോട്ടോണിൻ ആന്റഗോണിസ്റ്റ് അല്ല. സെറോട്ടോണിൻ ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5-HT ആന്റഗോണിസ്റ്റ് അല്ലേ. സോ ഇവിടെ നമ്മൾക്ക് മീഥൈൽ സെർജൈഡ് ആണ് ഉത്തരം വരുന്ന ഒരു 5-HT ആന്റഗോണിസ്റ്റ് ആണ്. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ചോദ്യം സെറോട്ടോണിൻ ആന്റഗോണിസ്റ്റ് ആരായിരുന്നു എന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി, മീഥൈൽ സെർജൈഡ് ആണ്. നെക്സ്റ്റ് വൺ, proof strength of 90% weight by volume by volume of alcohol എന്നാണ് ചോദ്യം. അപ്പം ആദ്യം അറിയണം പ്രൂഫ് സ്ട്രെങ്ത് എന്താണ്. എന്താ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല്? പ്രൂഫ് സ്ട്രെങ്ത് അല്ല, സ്ട്രെങ്ത് ഓഫ് ആൽക്കഹോൾ. അപ്പം യൂഷ്വലി എക്സൈസിന്റെ ഒക്കെ ഒരു റിപ്പോർട്ട് സബ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോളിന്റെ, അതായത് എക്വസ് ആയിട്ടുള്ള ഒരു ആൽക്കഹോളിനകത്ത് എത്ര ശതമാനം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്, അക്വസ് ഒരു ലിക്വിഡിനകത്ത് ആൽക്കഹോൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്രത്തോളമാണ് അതിന്റെ പെർസെൻറ്റേജ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പ്രൂഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ, പ്രൂഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ, സോ പ്രൂഫ് സ്പിരിറ്റ് അല്ലെങ്കിൽ പ്രൂഫ് സ്ട്രെങ്ത് 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ നോക്കൂ, അണ്ടർ പ്രൂഫ്, ഓവർ പ്രൂഫ് ആൻഡ് ഇതിന് നടുക്കാണ് പ്രൂഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൂഫ് സ്പിരിറ്റ്. സോ 57.1 എന്നൊരു പെർസെൻറ്റേജ് മനസ്സിൽ വിചാരിച്ചാൽ മതി. 57.1% വോളിയം ബൈ വോളിയം. ഇതാണ് പ്രൂഫ് സ്പിരിറ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ. ഇതിന്റെ മുകളിൽ പോയാൽ ഓവർ പ്രൂഫ് എന്നും ഇതിന്റെ താഴെ പോയാൽ നമ്മൾ എന്ത് വിളിക്കും? അണ്ടർ പ്രൂഫ് എന്നും നമ്മൾ വിളിക്കും. സോ 57.1% ആണ് അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ നമ്മൾ എടുക്കേണ്ട പെർസെൻറ്റേജ്. സോ 57.1 എന്നൊരു വാല്യൂവിന് താഴെ പോയാൽ നമ്മൾ എന്താ വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് അണ്ടർ പ്രൂഫ്. അതിന്റെ മുകളിൽ പോയാൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഓവർ പ്രൂഫ്. ഓക്കെ, സോ നമ്മുടെ ചോദ്യം നോക്കാമല്ലോ. സോ ഈ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ഇത് നോക്കിയേ, പ്രൂഫ് സ്ട്രെങ്ത് ഓഫ് 90% വോളിയം ബൈ വോളിയം ഓഫ് ആൽക്കഹോളിക് 47.41 ഓവർ പ്രൂഫ് ആണോ? അല്ല.
57.77 ഓവർ പ്രൂഫും ഉണ്ട്, 57.77 അണ്ടർ പ്രൂഫും ഉണ്ട്, 47.41 അണ്ടർ പ്രൂഫ് ഉണ്ട്. സോ നമ്മളുടെ ചോദ്യം നമ്മൾ എത്രയാ പറഞ്ഞേ? 57.1 എന്നുള്ള ഒരു വാല്യൂ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ചോദ്യം എന്താണ്? 90% ആൽക്കഹോളിന്റെ പ്രൂഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്? സോ ഇറ്റ് ഈസ് 57.77 ഓവർ പ്രൂഫ്. മനസ്സിലായല്ലോ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേജർ പ്രോപ്പർട്ടി ഓഫ് ആയുർവേദിക് ഹെർബ്സ് രസ ഇൻഡിക്കേറ്റ്. അപ്പം രസം എന്നുള്ള വേർഡ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. രസം എന്ന് നമ്മൾ കറിക്ക് പറയാറുണ്ട്, പക്ഷെ ആ രസത്തിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് ഇസ് എ മിക്സർ ഓഫ് ഓൾ ദി ഫ്ലേവേഴ്സ് അല്ലെ, ഓൾ ദി ടേസ്റ്റസ്. പക്ഷെ ഇവരുടെ ചോദ്യം ആയുർവേദത്തില് രസ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, നല്ല രസ, നല്ല രസ എന്നുള്ള വേർഡൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഗുഡ് രസ മീൻസ് വാട്ട്? ഇറ്റ് ബിലോങ്സ് ടു ടേസ്റ്റ്. ഓക്കെ, ടേസ്റ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ മെയിൻലി 6 ടേസ്റ്റിനെ പറ്റിയിട്ടാണ് ആയുർവേദയിൽ സംസാരിക്കുന്നത്. ഒന്ന് മധുര അല്ലെങ്കിൽ ഷുഗറിനെ പറ്റിയിട്ട്, ദെൻ ബിറ്റർ ടേസ്റ്റിനെ പറ്റി, ദെൻ അംല പോലെയുള്ള ഏജൻസ് തരുന്ന സോറിനെ പറ്റിയിട്ട്, ദെൻ കാട്ടു പോലെയുള്ള ബിറ്ററിനെ പറ്റിയിട്ട്, അങ്ങനെ ഒരുപാട് വേരിയേഷൻ ഓഫ് ടേസ്റ്റസിനെ പറ്റി ആയുർവേദത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 6 ഡിഫറെന്റ് ടേസ്റ്റസ്. ഓക്കെ, സോ സ്വീറ്റ്നെസ്, സോർ, ദെൻ ഈ രസ പോലെയുള്ള ഓരോ ടേസ്റ്റുകൾക്കും അങ്ങനെ 6 തരത്തിലുള്ള ടേസ്റ്റുകളെ പറ്റിയിട്ട് ആയുർവേദയിൽ സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ ചോദ്യം എന്താണ്? ടേസ്റ്റ് എന്ന വാക്ക് ആയുർവേദയിൽ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്? ഇറ്റ് ഈസ് രസ. സോ നമുക്ക് നോക്കാം, പൊട്ടൻസി ആണോ, ഫിസിയോകെമിക്കൽ പ്രോപ്പർട്ടി ആണോ, ടേസ്റ്റ് ആണോ, പോസ്റ്റ് ഡൈജസ്റ്റീവ് ഇഫക്റ്റ് ആണോ? സോ ഇറ്റ് ഈസ് ടേസ്റ്റ്. ഓക്കെ, സോ അത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ അല്ലേ? രസ എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ, which is an antidote for malathion poisoning. So ആദ്യമേ malathion എന്താണ് എന്ന് അറിയണം. It is a organophosphate poison. അത് who made it? It is a man-made organophosphate poison ആണ് malathion എന്ന് പറയുന്നത്. And this malathion എന്ന് പറയുന്ന ഏജന്റ് നമുക്ക് 2 ഏജൻസ് യൂസ് ചെയ്തിട്ട് ആന്റിഡോട്ടിങ് കൊടുക്കാം. ഓക്കെ, സോ ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിങ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് ഇൻസെക്ട്സിനെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇപ്പം കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള ഇൻസെക്ട്സ്, മോസ്കിറ്റോസിനെയൊക്കെ തടയാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാരാത്തയോൺ, മാലാത്തയോൺ പോലെയുള്ള ഏജൻസ് ഒക്കെ. പക്ഷെ ദീസ് ഓർഗാനോഫോസ്ഫേറ്റ്സ് ദിസ് മേ സംടൈം കോസസ് പോയ്സണിങ് വെൻ ഇറ്റ് ഈസ് ടേക്കൻ ബൈ ഹ്യൂമൻ. ഓക്കെ, സോ ആ പർട്ടിക്കുലർ ഓർഗാനിസത്തിന് അത് അത്രയും ചെറിയ ഇൻസെക്റ്റിൽ പോലും പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനം ഒരു ഹൈ ഡോസിലെ മാനിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയേഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് 2-3 സ്റ്റേജസ് ചെയ്യാം ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ അകത്ത് ആദ്യം എന്ന് പറയുന്നത് അയാൾക്ക് റെസ്പിറേറ്ററി സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ, വെന്റിലേഷൻ പോലെയുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ പോയിസണിനെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രിക് ലാവേജ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് ഓൾസോ ഡയാലിസിസ് ക്യാൻ ഓൾസോ ബി ഡൺ. ദ നെക്സ്റ്റ് തിങ് വി ക്യാൻ ഡു ഈസ് ടു ഗീവ് ദ ആന്റിഡോട്ട്. ഈവൻ നമ്മളിപ്പം പേഷ്യന്റ് സസ്പെക്റ്റഡ് ആണ്, ആന്റിഡോട്ട് എടുത്തിട്ടുണ്ടാകും എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ പർട്ടിക്കുലർ ആന്റിഡോട്ട് പേഷ്യന്റിൽ കൊടുക്കാനായിട്ട് പറ്റും. സോ 2 ടൈപ്പ് ഓഫ് ഏജന്റ് ആണ് കൊടുക്കാൻ സാധിക്കുക ഓർഗാനോഫോസ്ഫേറ്റ് പോയിസണിംഗ് സമയത്ത്, എട്രോപ്പിനും the next one is pralidoxin. സോ നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ നമ്പർ സിയിലെ പ്രാലിഡോക്സിം ഉണ്ട്. സോ വൈറ്റമിൻ കെ, പ്രോട്ടമീൻ സൾഫേറ്റ്, പ്രാലിഡോക്സിം ആൻഡ് എഡ്രോഫോണിയം. സോ ദ ആൻസർ ഇസ് അട്രോപ്പിൻ അല്ലെങ്കിൽ പ്രാലിഡോക്സിം ആണ് ആന്റിഡോട്ട് കൊടുക്കാൻ പറ്റുക. ഇഫ് ദ പേഷ്യന്റ് ഇസ് ഹാവിംഗ് സസ്പെക്റ്റഡ്, ഇപ്പൊ പേഷ്യന്റ് സസ്പെക്റ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രാലിഡോക്സിം നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ, സൈക്ലോസ്പോറിൻ is used for. അപ്പൊ ആദ്യം സൈക്ലോസ്പോറിൻ എന്താണെന്ന് അറിയണം. സൈക്ലോസ്പോറിൻ എന്താണ്? ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണ് അല്ലെ. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഇറ്റ് ഈസ് ഓൾവേസ് ആക്റ്റീവ് അല്ലെ. നമ്മുടെ ചുറ്റും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എപ്പോ വേണമെങ്കിലും നമ്മുടെ ബോഡിക്ക് ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്ക് ഉണ്ടാകാം.
പക്ഷെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെയധികം ആക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസോ നമ്മളെ അറ്റാക്ക് ചെയ്യാതെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് കോംപ്രമൈസ്ഡ് ആയി പോയി, ഫോർ എക്സാമ്പിൾ ഇപ്പം എയ്ഡ്സ് പോലെയുള്ള ഒരു ഡിസീസ് വന്നു, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസ് വന്നു, നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആകുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് വരിക? ഇൻഫെക്ഷൻസ് വരിക, അല്ലെ? ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി കുറച്ച് വെക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഞാൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മുടെ ബോഡിയുടെ ജോയിന്റ്സിനെ പോലും നമ്മുടെ ബോഡിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബോഡി അതിനെ കൺസിഡർ ചെയ്ത് ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടും ഫോറിൻ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ടും ആയിരിക്കും ബോഡി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് ബോഡി വിൽ പ്രൊവൈഡ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. ഓക്കെ, പക്ഷേ നമ്മളെ ഇമ്മ്യൂൺ റെസ്പോൺസ് ബോഡി തരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അതനുസരിച്ച് സിംറ്റോമാറ്റിക് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസും കൂടാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സപ്രഷൻ ചെയ്യണം, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യേണ്ട ആവശ്യകതകൾ വരാറുണ്ട്. ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ കേസിലാണെങ്കിൽ ഇമ്മ്യൂൺ സപ്രഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റിജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇപ്പൊ മെത്തോട്രെക്സൈറ്റ് പോലുള്ള ഏജൻസ് ഒക്കെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഇഫക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ. സോ ആദ്യമേ നമ്മൾ അറിയണം, ഇറ്റ് ഈസ് ആൻ immune suppressant. Okay, so it is an immune suppressant. So immune suppressant എന്താണ് ചെയ്യുന്നത്? ഇമ്മ്യൂൺ സപ്രസന്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ് സൈക്ലോസ്പോറിൻ. സോ ഇറ്റ് വിൽ പ്രിവെന്റ് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻസ്. അപ്പം സംടൈംസ് ചില സമയം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻസ് ചെയ്യാറുണ്ട്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻസ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മസിൽ ഗ്രാഫ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ബോഡിക്ക് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് വരുന്ന സമയം നമ്മളുടെ ബോഡി ഈ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് പർട്ടിക്കുലർലി ഒരു ഔട്ട്സൈഡ് ഓർഗൻ അല്ലെങ്കിൽ ഇതൊരു ഫോറിൻ മെറ്റീരിയൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മ്യൂൺ സപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബോഡിയുമായിട്ട് അത് അത്യാവശ്യം സ്യൂട്ടബിൾ ആയി കഴിയുമ്പോൾ മാത്രമേ ഇതിന്റെ ഡോസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് മെജോറിറ്റി ഓഫ് ദ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കേസിൽ ആഫ്റ്റർ ഒരു 15 അല്ലെങ്കിൽ 20 ഇയേഴ്സ് കഴിയുമ്പോൾ ബോഡി തിരിച്ച് റിജക്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്, അല്ലെ? ദർ ഇസ് ലോട്ട് ഓഫ് സ്റ്റഡീസ് റിഗാർഡിംഗ് ദാറ്റ്. സോ അതൊരു ഫർദർ ഡിസ്കഷൻ പോയിന്റ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു പോവാം. സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ആണോ, അഞ്ചൈന ആണോ, സ്റ്റിറോയിഡ് ഡെഫിഷ്യൻസി ആണോ, ട്രീറ്റിംഗ് ലെഡ് പോയ്സണിംഗ് ആണോ? ആൻസർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ. അത് എന്തുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ ആയിട്ട് മാറിയത്? Why it is called as transplant rejection? Because it is an immune suppressant. അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ് സൈക്ലോസ്പോറിൻ. Next one is clindamycin is prone to cause constipation, peptic ulcer, tooth decoloration and severe colitis. So clindamycin നമുക്കറിയാം, clindamycin is an antibiotic, അല്ലെ? So clindamycin പോലുള്ള ഒരുപാട് ആന്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത്തരം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന സമയം നമ്മുടെ GI ട്രാക്റ്റിന്റെ അവിടെയുള്ള അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള lots of good bacteria will get dead. Okay, so ഈ ഡെത്ത് ഒരുപാട് നല്ല ബാക്ടീരിയകൾ ക്ലിൻഡാമൈസിൻ അല്ലെങ്കിൽ ഹയർ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഡെത്തിലേക്ക് പോവുകയും this will cause GI irritation and leads to inflammation of the large intestine. Okay, so ഈ particular inflammation ആണ് നമ്മൾ colitis എന്ന് പറയുന്നത്. What is colitis? It is the inflammation of the intestine. So severe colitis ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ക്ലിൻഡാമൈസിൻ പോലെയുള്ള ഏജൻസ് കാണിക്കാറുണ്ട്. Next one, prevalent side effect of novobiosine. So Pseudomonas infections നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏജന്റ് ആണ് novobiosine. Okay, so when novobiosine using we can find a reaction അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് ആദ്യം നോക്കുക, റിംഗിങ് ഇൻ ദ ഇയേഴ്സ്. ഞാൻ വളരെ
വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റിംഗിങ് ഇൻ ദ ഇയർ, സാലിസിലേറ്റ് പോലെയുള്ള ഏജൻസ് കാണിക്കുന്ന സൈഡ് ഇഫക്റ്റിൽ ഒന്നാണ്. ഓക്കെ, വിഷ്വൽ ഇമ്പയർമെന്റ്, കിഡ്നി ബ്ലോക്കേഡ്. കിഡ്നി ബ്ലോക്കേഡ് ഒക്കെ കാണിക്കുന്നത് ആരാണ്? കൂടുതലായിട്ടും കിഡ്നി ബ്ലോക്കേഡ് കാണിക്കുന്ന ഏജന്റുകൾ ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിഡ്നിയിലുള്ള മേജർ സൈഡ് എഫക്ട്സ് കാണിക്കുന്നത് NSAID പോലെയുള്ള ഏജന്റുകളാണ് അല്ലെ. സോ NSAID, ഈവൻ വി വിൽ സേ don't use anti-inflammatory agents for a prolonged period, it leads to kidney damage. സോ കിഡ്നി ബ്ലോക്കേഡ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ NSAIDs പോലെയുള്ള ഏജൻസ് ആണ്. ദെൻ വിഷ്വൽ ഇമ്പയർമെന്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഹെറോയിൻ ഒക്കെ പോലെയുള്ള ഏജന്റുകളൊക്കെയാണ് കേട്ടോ. വിഷ്വൽ ഇമ്പയർമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ. നമ്മളുടെ ചോദ്യം എന്താണ്? നോവോബയോസിൻ ഉണ്ടാക്കാവുന്ന സൈഡ് ഇഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് യൂട്ടിക്കാരിയ. അപ്പം സ്കിന്നിലെ നോവോബയോസിൻ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. ദെൻ മേജർലി GI ഡിസ്റ്റർബൻസസ് കാണിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളുടെ ചോദ്യം പ്രിവാലന്റ് ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് യൂട്ടിക്കാരിയ. Next one is the unintended reaction to a drug taken at doses normally used in man. So usually നമ്മൾ ഹ്യൂമൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡോസ്. ഓക്കെ, അതായത് ഇപ്പം എല്ലാ പേഷ്യൻസിനും നമ്മൾ ഡോളോ 650 mg കൊടുക്കാറുണ്ട്. We find to be a broad safety dose for ഒരു ഇൻഡിവിജ്വൽ അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എപ്പോഴും പറയും ഒരു ഇൻഡിവിജ്വൽ പേഷ്യന്റിന്റെ ക്യാരക്ടർ, അയാളുടെ ഡോസ്, അയാളുടെ ഡിസീസ് കണ്ടീഷൻ, അയാളുടെ ഏജ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് തീരുമാനിക്കാനായിട്ട്, ഡ്രഗിന്റെ ഡോസ് തീരുമാനിക്കാനായിട്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഈ നോർമൽ ഉപയോഗിക്കുന്ന ഡോസ് പോലും ഒരു അൺഇൻറ്റൻഡഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കാം. സോ അതിന് പറയുന്ന പേരെന്താണ്? SAE അല്ലെങ്കിൽ സിവിയർ adverse event. ഓക്കെ, അല്ലെങ്കിൽ adverse event, അല്ലെങ്കിൽ adverse drug റിയാക്ഷൻ, അല്ലെങ്കിൽ ഇതെല്ലാം എന്നാണ് ഉത്തരം വരുന്നത്. സോ നമ്മുടെ ചോദ്യം എന്താണ്? അൺഇൻറ്റൻഡഡ് റിയാക്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. സോ നോർമലി ഒരു പേഷ്യന്റിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത റിയാക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Then what is severe adverse event എന്ന് പറയുന്നത്? യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, ആ ട്രീറ്റ്മെന്റ് അല്ലാതെ ആ പേഷ്യന്റിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കൊളാപ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെയാണ് അഡ്വേഴ്സ് അല്ലെങ്കിൽ സിവിയർ അഡ്വേഴ്സ് ഇവന്റ് എന്ന് പറയുന്നത്. ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Clindamycin interact with oral anticoagulant, lactose, kaolin and most laxative. The answer is kaolin. ക്ലിൻഡാമൈസിനും കയോളിനും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന സാധനം എന്ന് പറയുന്നത് ക്ലിൻഡാമൈസിൻ. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യൂ. ക്ലിൻഡാമൈസിൻ 30 മിനിറ്റ്സിന്റെ ഉള്ളിലാണ് പൊതുവെ നമുക്കൊരു ആക്ഷൻ തരുന്നത് എങ്കിൽ കയോളിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഒരു 60 മിനിറ്റിലൊക്കെ എന്ത് കിട്ടുള്ളൂ? ആക്ഷൻ കിട്ടുള്ളൂ. സോ കംപ്ലീറ്റ് ആയിട്ട് ഡ്രഗിന്റെ ആക്ഷൻ ബോഡിയിൽ കിട്ടും, പക്ഷെ അത് ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിൻഡാമൈസിനും കയോളിനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് അവര് റിയാക്ട് ചെയ്യുകയും ഡിസ്പ്ലേസ്മെന്റ് നടത്തിക്കൊണ്ട്, ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടത്തിക്കൊണ്ട് ഈ പർട്ടിക്കുലർ ഡ്രഗിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെ, അല്ലെങ്കിൽ ഡ്രഗ് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സിലാണ് ഡ്രഗിന്റെ ആക്ഷൻ നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ കയോളിന്റെ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 60 മിനിറ്റ്സ് എടുത്തിട്ട് ആക്ഷൻ കിട്ടുള്ളൂ. ആൻഡ് കംപ്ലീറ്റ് ഡ്രഗ് എത്ര ആക്ഷൻ ഇന്റൻഡ് ചെയ്യണം പ്രതീക്ഷിച്ചിട്ടുണ്ടോ അത്രയും ആക്ഷൻ കിട്ടും, പക്ഷെ ടൈം കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കും. Next one is, in young children, tetracycline often causes agranulocytosis, conjunctivitis, discoloration of teeth and muscular weakness. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെട്രാസൈക്ലിൻ യൂസ് ചെയ്യുന്ന സമയം പേഷ്യൻസിൽ ഉണ്ടാകാവുന്ന ഒരു മേജർ പ്രോബ്ലമാണ് ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്. ടീത്ത് ബ്രൗൺ കളറിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ പറയും ഒരു 12 ഇയേഴ്സിനൊക്കെ അപ്പാർട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ടെട്രാസൈക്ലിൻ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ടെട്രാസൈക്ലിൻ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ടെട്രാസൈക്ലിൻ കാൽസിഫിക്കേഷൻ നടക്കുന്ന ഏരിയാസ് എവിടെയാണോ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ
ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഡ്രഗ് ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് തരും. ഫോർ എക്സാമ്പിൾ ബോൺ ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡിയെ സംബന്ധിച്ച് അവരുടെ ബേബി എന്ന് പറയുന്നത് റാപ്പിഡ്ലി ഗ്രോയിങ് റാപ്പിഡ് കാൽസിഫിക്കേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. സോ അവിടുത്തെ ബോണിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുക. അതേപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലെസ് ദാൻ 12 എന്നൊക്കെ പറഞ്ഞാൽ റാപ്പിഡ് ആയിട്ട് അവരുടെ ടീത്തിൽ ഗ്രോത്തും മോഡിഫിക്കേഷൻസും നടക്കുന്ന ഒരു സമയമാണ്. സോ അത് നേരെ പോയിട്ട് ആ കാൽസിഫിക്കേഷൻ നടക്കുന്ന ടീത്തിൽ പോയിട്ട് ഒരു ബ്രൗൺ കളർ ഇമ്പാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡിസ്കളറേഷൻ ഓഫ് ടീത്ത്. Next question, an organ of the body that is often damaged permanently by rheumatic fever. So I have already told you rheumatic fever endana. What is rheumatic fever? റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വരുന്ന സമയം പേഷ്യൻസിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് മുമ്പായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പനി വന്നതായിട്ട് കാണാൻ പറ്റും. വാദപ്പനി എന്നൊക്കെ നമ്മൾ പറയും. പൊതുവെ അത് സംഭവിക്കുമ്പോൾ ജോയിൻസ് ഒക്കെയാണ് അഫക്റ്റഡ് ആവുക. ജോയിൻസിൽ ഇൻഫ്ലമേഷൻസ് വരിക. അതിനുശേഷമായിരിക്കും ജോയിൻസ് ടൈറ്റ് ആയിട്ടൊക്കെ കാണാൻ സാധിക്കുക. സോ നമ്മുടെ ചോദ്യം അതെന്താണെന്ന് വെച്ചാൽ an organ of the body that is often damaged permanently by rheumatic fever. First one is bone, second one is heart. Okay, so ഇതൊക്കെ മേജർ ആയിട്ട് പെർമനന്റ് ഡാമേജ് സംഭവിക്കുന്ന ഏരിയാസ് ആണ്. ഓപ്ഷനിൽ ഹാർട്ട് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, ലിവർ ഉണ്ട്, ലങ്സ് ഉണ്ട്. ഹാർട്ടിനെ എടുക്കുകയാണെങ്കിൽ ആദ്യം ഹാർട്ടിന്റെ മിട്രൽ വാൽവിനെ എഫക്ട് ചെയ്യും. മിട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് സൈഡിലുള്ള വാൽവ് ആണ് അല്ലെ. ലെഫ്റ്റ് സൈഡിലെ ചേമ്പേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന വാൾവാണ് മിട്രൽ വാൽവ്. സോ ഈ മിട്രൽ വാൽവിനെ സ്റ്റീനോസിസ് സംഭവിക്കും. ഓക്കെ, മിട്രൽ വാൽവിന് സ്റ്റീനോസിസ് സംഭവിക്കും. ഫർദർ മിട്രൽ വാൽവിന്റെ ഡാമേജ് വരെ സംഭവിച്ച് കാർഡിയാക് ഫെയിലിയറിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പെർമനന്റ് ഡാമേജ് ആണ് റുമാറ്റിക് ഫീവർ കൊണ്ടുണ്ടാകുന്ന പെർമനന്റ് ഡാമേജ് ടു ഹാർട്ട്. മിട്രൽ വാൽവിനെ അഫക്ട് ചെയ്യുന്നു, സ്റ്റീനോസിസ്, പെർമനന്റ് ഡാമേജ്, ദെൻ കാർഡിയാക് ഫെയിലിയറിലേക്ക് പോകുന്നു. ആൻഡ് ഓൾസോ ബോൺസും ഒക്കെ അഫക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. Next one is gentamicin is commonly used in combination with which of the following to treat serious pseudomonas infection. So gentamicin കൂടെ ഏതോ ഒരു കോമ്പിനേഷൻസ് നമ്മൾ കൊടുക്കും to treat സ്യൂഡോമോണസ്. അപ്പോൾ സ്യൂഡോമോണസ് ഓർഗനിസ പോലെയുള്ള ഇൻഫെക്ഷൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാർബനിസിലിൻ. കാർബനിസിലിനും ജെൻഡാമൈസിനും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ, ജെൻഡാമൈസിൻ യൂസ് ചെയ്യുമ്പോൾ കാണാവുന്ന സീരിയസ് ആയിട്ട് ADR എന്താണ്? ഓട്ടോടോക്സിറ്റി. എനി ടൈപ്പ് ഓഫ് ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാ ഡ്രഗ്സിനും കാണിക്കാൻ സാധ്യതയുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഓട്ടോടോക്സിറ്റി. Next one, choose the following antifungal which has amoebicidal property. So amoebicidal property എന്ന് പറഞ്ഞാൽ എന്താ? അമീബിസൈഡൽ ആയിട്ടുള്ള ഏജൻസ് എന്താണ്? ഏതൊക്കെ ക്ലാസ്? പ്രോട്ടോസോവൻ, അമീബിയോസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ചോദ്യം ആന്റി ഫംഗലും അമീബിസൈഡിലും പ്രോപ്പർട്ടി രണ്ടും കാണിക്കുന്ന ഏജന്റ് എന്താണ്? സോ നൈസ്റ്റാറ്റിൻ, ഗ്രിസിയോഫുൾവിൻ, ഫ്ലൂസൈറ്റോസിൻ and metronidazole. All these are antifungal agents അല്ലെ. സോ ഗ്രിസിയോഫുൾ അറിയാം, നൈസ്റ്റാറ്റിൻ അറിയാം, ഹാമൈസിൻ അറിയാം അല്ലെ, ദെൻ ടെർബിനാഫോൾ അറിയാം. ഒരുപാട് ആന്റിഫംഗൽ ഏജൻസ് നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ആന്റിഫംഗൽ ഏജന്റ് വിച്ച് ഈസ് ഹാവിംഗ് an amoebicidal property ആണ് ഏത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് മെട്രോണിഡസോൾ ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, next one, mercury compound exert the toxic effect by tying up with carboxyl group, double bond, sulfahydryl group and lactone. So mercury compounds അറിയാലോ, ഫ്രീ ആയിട്ടുള്ള മെർക്കുറി ബോഡി എത്തിയാൽ തന്നെ അതിനകത്ത് ഒരുപാട് ഡാമേജ് ഇൻസേർഷൻ വരാറുണ്ട്. സോ മെർക്കുറി കോമ്പൗണ്ട് അവരുടെ ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് സൾഫഹൈഡ്രൈൽ കോമ്പൗണ്ടുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഓർഗാനിക് സോൾട്ട് ഓഫ് മെർക്കുറീസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളത് ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി പോലെയുള്ള ഓർഗൻസിനെ ഡാമേജ് ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ ഐസ്, സ്കിൻ പോലുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയേഴ്സിലും ഒക്കെ എന്തുണ്ടാക്കാം? പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഓക്കെ, സോ ചോദ്യം എന്താണ്? മെർക്കുറി കോമ്പൗണ്ട്സ് ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. കാർബോക്സിൽ ഗ്രൂപ്പ് ആണോ, ഡബിൾ ബോണ്ട് ആണോ, സൾഫോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് ആണോ, ലാക്ടോൺസ് ആണോ എന്നാണ് ചോദ്യം. സോ നമ്മൾ
മെർക്കുറി കോമ്പൗണ്ട്സിനെ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ നമ്മുടെ കിഡ്നീസിലേക്ക് പോവും. സോ കിഡ്നീസിൽ പോയിട്ട് ഇവര് സൾഫർ ഹൈഡ്രൽ ഗ്രൂപ്പ്സ് ആയിട്ട് ചേർന്നിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്തിട്ട് നേരെ ആക്ട് ചെയ്യുക നമ്മുടെ മൈറ്റോകോൺഡ്രിയയിലാണ്. എന്താണ് മൈറ്റോകോൺഡ്രിയ? മൈറ്റോകോൺഡ്രിയ ഓർമ്മയുണ്ടല്ലോ. വാട്ട് ഈസ് മൈറ്റോകോൺഡ്രിയ? ദീസ് ആർ ദ പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെ. പവർ ഹൗസ് എന്നാണ് മൈറ്റോകോൺഡ്രിയ നമ്മൾ അറിയപ്പെടുന്നത്. സോ ദിസ് പവർ ഹൗസ് ഇവരെന്ത് ചെയ്യും? ദിസ് പവർ ഹൗസ് ലീഡ്സ് ടു ഓക്സിഡേറ്റീവ് ഇൻഹിബിഷൻ. ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ പവർ ഹൗസ് നടത്തുന്നത്. പക്ഷെ മെർക്കുറി കോമ്പൗണ്ട്സ് അതിന്റെ ടോക്സിക് ഇഫക്റ്റ് എക്സേർട്ട് ചെയ്യുന്നത് ഈ സൾഫർ ഹൈഡ്രൽ ഗ്രൂപ്പിനോട് ബൈൻഡ് ചെയ്യുന്നു. കിഡ്നിയിലുള്ള മൈറ്റോകോൺഡ്രിയയിൽ ആക്ട് ചെയ്തുകൊണ്ട് ഓക്സിഡേഷൻ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ടോക്സിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? സോ നമ്മൾ പറഞ്ഞു മെർക്കുറി കോമ്പൗണ്ട്സ് ഇഫ് ഐസ് സ്കിന്നിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കും. ബോഡിയിലേക്കുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിഡ്നീസിൽ ചെന്നിട്ട് സൾഫർ ഹൈഡ്രൈൽ ബോൺസ് ഉണ്ടാക്കും വിത്ത് ദ കിഡ്നി. എന്നിട്ട് മൈറ്റോകോൺഡ്രിയയിൽ ഇഫക്റ്റ് ചെയ്തുകൊണ്ട് ഓക്സിഡേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. സോ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, barbiturate containing a sulfur atom is usually short acting, long acting, unpredictable and ultra short acting. Barbiturates നമുക്കറിയാം. ബാർബിറ്റുറേറ്റ്സ് ആണ് തയോപെന്റോൺ പോലെയുള്ള. തയോ എന്ന് വെച്ചാൽ എന്താ? സൾഫർ കണ്ടെയ്നിങ് അല്ലേ. സോ തയോപെന്റോൺ പോലെയുള്ള ഏജൻസ്. തയോ എന്ന വേർഡ് തന്നെ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സൾഫർ. സോ തയോപെന്റോൺ അല്ലെങ്കിൽ സൾഫർ എന്നൊക്കെ ഉള്ള ഏജന്റ് എന്താണ് ചെയ്യുന്നത്? സൾഫർ കണ്ടെയ്നിങ് ഏജന്റ് ഇസ് കോൾഡ് ആസ് തയോപെന്റോൺ. ഇത് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് റാപ്പിഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ത്രൂ ഔട്ട് ദ ബോഡി ഇത് റാപ്പിഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അത് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആയിട്ട് മാറുന്നത്. മസിലിലേക്കാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഫ്രം ദ മസിൽ ഇറ്റ് വിൽ ഗോ റാപ്പിഡ് ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാണ് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആയിട്ട് നമ്മുടെ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള തയോപെന്റോൺ സോഡിയം ഒക്കെ മാറുന്നത്. ഓക്കെ, most of the local anesthetics are esters of para-amino benzoic acid, amide of naphthoic acid, then esters of propionic acid and allantoin derivatives. Okay, so ലോക്കൽ അനസ്തറ്റിക് നമുക്കറിയാം. ലോക്കൽ അനസ്തറ്റിക് രണ്ട് തരത്തിലുള്ള ലിങ്കുകളാണ് ഉള്ളത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? amide linkage and amine linkage, and both these linkage amide ആയിക്കോട്ടെ amine ആയിക്കോട്ടെ രണ്ടും ലോക്കൽ അനസ്തറ്റിക്സ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ബോണ്ടുകളാണ്. മിക്കവാറുമുള്ള ലോക്കൽ അനസ്തറ്റിക്സ് ഒക്കെ എന്താണ് എന്നാണ് ചോദ്യം. എസ്റ്റേഴ്സ് ഓഫ് പാരാമിനോ ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ പാബ എന്ന് പറയും. സോ അമൈഡ് ഓഫ് ബെൻസോയിക് ആസിഡ് ആണോ അല്ലെങ്കിൽ അമൈഡ് ഓഫ് നാഫ്തോയിക് ആസിഡ് ആണോ എസ്റ്റർ ഓഫ് പ്രൊപ്പനോയിക് ആസിഡ് ആണോ അലൻടോയിൻ ഡെറിവേറ്റീവ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ എസ്റ്റർ ഓഫ് പാരാമിനോ ബെൻസോയിക് ആസിഡ് ആണ് ഉത്തരം. Next one, ester type of local anesthetics are primarily metabolized by pseudocholinesterase. Okay, pseudocholinesterase. So, ester type of local anesthetic are primarily metabolized in the pseudocholinesterase. So, cholinesterase. Option C is the answer. Next one, a patient's blood test reveals increased level of amylase. Okay, amylase increased ആയിട്ട് അയാളുടെ ബ്ലഡിലുണ്ട്. ഇനി യൂറിനിലുണ്ടെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. which indicates the disease of രണ്ട് pancreatitis. ബ്ലഡിലും യൂറിനിലും ഓക്കെ രണ്ടിലും ബ്ലഡിലും യൂറിനിലും രണ്ടിലും അമൈലേസിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസീസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ITIS എന്ന് വന്നാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ഇൻഫ്ലമേഷൻ എന്നുള്ളതാണ് അല്ലെ. സോ
പാൻക്രിയാറ്റൈറ്റിസ് എന്നുള്ളത് പാൻക്രിയാസിന്റെ ഇൻഫ്ലമേഷൻ ആണ്. ബ്ലഡ് ടെസ്റ്റിൽ അമൈലേസ് ഉണ്ടെങ്കിൽ അത് എന്തിന്റെ ഡിസീസിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പാൻക്രിയാസ്. നെക്സ്റ്റ് വൺ, ബീറ്റാസോൾ ഈസ് യൂസ്ഡ് ഫോർ ക്ലിനിക്കൽ ടെസ്റ്റിംഗ്. സോ ബീറ്റാസോൾ എന്ന് പറയുന്നത് ബീറ്റാസോൾ H2 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. സോ അത് സെക്രീഷൻസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. സൊല്ലിംഗർ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ഫോർ ദാറ്റ് ഡിസീസ് വി വിൽ യൂസ് ദിസ് ബീറ്റാസോൾ. ഇത് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് എത്രത്തോളം ഗ്യാസ്ട്രിക് ആസിഡ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബീറ്റാസോൾ. ഓക്കെ, BETAZOLE, മെയിൻലി യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് പർപ്പസ്. Next one, defect in purine metabolism. You all know the answer. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്യൂരിൻ മെറ്റബോളിസം അഫക്റ്റഡ് ആകുന്ന ഒരു ഡിസീസ് ആണ് ഗൗട്ട് എന്ന് പറയുന്നത്. യൂറിക് ആസിഡിന്റെ പ്രോപ്പർ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം നടക്കാത്ത ഒരു കണ്ടീഷനാണ്. ബിഗ് ടോ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബിഗ് ടോ എന്നൊക്കെ പറയുന്നത് ഏത് അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഗൗട്ട് എന്ന് പറയുന്ന ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബിഗ് ടോ. ഓർമ്മയുണ്ടോ? ബിഗ് ടോ. Next one, death due to cyanide poisoning result from. Okay, so cyanide hemoglobin complex formation ആണോ? Cyanide combining with the red blood cell ആണോ? Cyanide inhibiting cytochrome oxidase ആണോ? None of the above ആണോ? Cyanide poisoning ഡെത്ത് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? Cyanide inhibiting cytochrome oxidase. Next one, phenytoin causes elevated blood glucose levels by. So phenytoin എന്ന് പറയുന്ന ഡ്രഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നത് എങ്ങനെയാണ്? ഡീഗ്രഡേഷൻ, ഇൻസുലിൻ ഡീഗ്രഡേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണോ? ഇൻസുലിന്റെ റിലീസ് കുറച്ചുകൊണ്ടാണോ? ഇൻക്രീസ് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ആണോ? ബോത്ത് ബി ആൻഡ് സി ആണോ? ഉത്തരം എന്താണ്? ഫെനിറ്റോയിൻ എന്ന് പറയുന്ന ഏജന്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് അസുഖത്തിന് വേണ്ടിയിട്ടാണ്? സീഷറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? സോ ഫെനിറ്റോയിൻ ഉപയോഗിക്കുന്ന സമയം ബ്ലഡ് ലെവലില് ഷുഗർ കൂടാം. ഓക്കെ, ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവൽ കൂടാം, അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടാം. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ ഇൻസുലിന്റെ റിലീസ് കുറയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇൻസുലിൻ ആണ് നമ്മുടെ ബ്രേക്ക് ചെയ്യുന്നത്. എന്തിനെ ബ്രേക്ക് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യുന്നത്. സോ ഇൻസുലിൻ അവിടെ ഇല്ല എങ്കിൽ ഇവിടെ ബ്രേക്കിംഗ് നടക്കത്തില്ല. അപ്പൊ ഗ്ലൂക്കോസിന്റെ ലെവല് കൂടും, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവല് കൂടും. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് ഫ്രീക്വന്റ് കോസ് ഓഫ് അൻജൈന പെക്ടോറിസ്. ഞാൻ ഈ അൻജൈന എന്നുള്ള വേർഡ് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അൻജൈന ഇറ്റ്സ് മീൻ ചെസ്റ്റ് പെയിൻ, കൂടുതലായിട്ടും ലെഫ്റ്റ് സൈഡിലാണ് കാണാറ്. സോ നൈഫ് പെനിട്രേറ്റിംഗ് പെയിൻ എന്നാണ് അൻജൈന പെക്ടോറസിന്റെ പെയിൻ പറയുന്നത്. ഒരു കത്തി തുളയ്ക്കുന്ന പോലെയുള്ള വേദനയാണ് അൻജൈന പെക്ടോറസിൽ ഉണ്ടാവുക. സോ അതിന്റെ ഫ്രീക്വന്റ് ആയിട്ടുള്ള കോസ് ആണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ രക്തക്കുഴലുകൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ രക്തക്കുഴലുകൾ. സോ നമ്മുടെ രക്തക്കുഴലിനകത്ത് അൻജൈന പെക്ടോറസ് ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ബ്ലഡ് വെസൽ. ഈ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് രണ്ട് വശത്തും ഇങ്ങനെ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, സോ ഡേ ബൈ ഡേ കൂടുന്ന അനുസരിച്ച് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി കൂടി there will be a narrowed passage. ഇത്ര മാത്രമേ പാസേജ് ആയിട്ട് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അതായത് ഇത്ര മാത്രം ഏരിയയിൽ കൂടെ ബ്ലഡിന് പാസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി ഫുള്ള് ഫാറ്റ് വന്നിട്ട് അവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഡിസീസ് കണ്ടീഷൻ ആണ് atherosclerosis. So what is atherosclerosis? Blood vessels നാരോ ചെയ്യുന്ന കണ്ടീഷൻസ്. ഫാറ്റ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്യുന്നു. സോ ബ്ലഡിനെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അത്തരം കണ്ടീഷൻ atherosclerosis എന്ന് പറയുന്നത്. സോ അൻജൈന പെക്ടോറിസ് അഥവാ നെഞ്ചുവേദന എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷന്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് കൊറോണറി വെസലിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ആണ്. Next one,
hazardous drug must be prepared in a safety biological cabinet, horizontal laminar airflow, vertical laminar flow hood, and above all. So ചോദ്യം എന്താണ് നമ്മളുടെ ചോദ്യം? ഹസാഡസ് ആയിട്ടുള്ള ഡ്രഗുകളെ പറ്റിയിട്ട്. ഹസാഡസ് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹസാഡസ്, അത് യൂസ് ചെയ്യുന്നത് കൊണ്ടോ അതിനോട് എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ടോ ഹ്യൂമന് ഒരു ഇൽ ഇഫക്റ്റ് വരുന്നതിനാണ് ഹസാഡസ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലാമിനർ ഫ്ലോ തന്നെ ഉപയോഗിക്കാം. ലാമിനർ ഫ്ലോ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ എന്നുള്ളതാണ് സംശയം. വെർട്ടിക്കലാണ് ഉപയോഗിക്കേണ്ടത്. വെർട്ടിക്കലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നായിരിക്കും എയർ കളക്ട് ചെയ്യുക ആൻഡ് ആഫ്റ്റർ ദ പ്രോസസ് എയർ എക്സ്പെൽ ചെയ്തത് ത്രൂ ദ ഗ്രൗണ്ട് ആയിരിക്കും. സോ വർക്ക് ചെയ്യുന്ന ആൾക്ക് അതുമായിട്ട് ഒരു തരത്തിലുള്ള ഹസാഡസ് ഇഫക്റ്റും വരാൻ സാധ്യതയില്ല. സോ ഓപ്ഷൻ സി, വെർട്ടിക്കൽ ലാമിന വുഡ്. നെക്സ്റ്റ് വൺ ഇസ് pharmacokinetic changes in elderly patient often increases. നമുക്കറിയാം പ്രായം ചെല്ലും തോറും ഡ്രഗിന്റെ ഡോസിൽ നമ്മൾ വേരിയേഷൻസ് വരുത്താറുണ്ട്. കാരണം ബോഡിയിലുള്ള മെറ്റബോളിസം പ്രോപ്പർ ആയിരിക്കില്ല, ബോഡിയിലുള്ള എക്സ്ക്രീഷൻ പ്രോപ്പർ ആയിരിക്കില്ല. സോ ഫാർമക്കോകൈനറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത് എൽഡർലി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാസ്മ ആൽബുമിൻ ലെവൽ അനുസരിച്ച് ഇരിക്കും. ഓക്കെ, സോ ആൽബുമിന്റെ അകത്തായിരിക്കുമല്ലോ കൂടുതലായിട്ടും ബൈൻഡിങ് ഒക്കെ നടക്കുന്നത്. സോ ആ ഒരു ബൈൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലാസ്മ ആൽബുമിൻ ലെവൽ ആയിരിക്കും പ്രധാനമായിട്ടും എൽഡർലി പേഷ്യൻസിനുള്ള ഫാർമക്കോകൈനറ്റിക് ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. The term hematocrit means the percentage of, so heme അല്ലെങ്കിൽ hematocrit എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾക്ക് അറിയാം, it refers to the blood അല്ലേ. സോ ചോദ്യം hematocrit എന്ന വേർഡ് എന്തിന്റെ പെർസെന്റേജിനെ സൂചിപ്പിക്കുന്നു? ബ്ലഡ് ദാറ്റ് ഈസ് പ്ലാസ്മ. പ്ലാസ്മ ആയിരിക്കുന്ന ബ്ലഡിന്റെ അളവാണോ? ബ്ലഡ് വോളിയം ടു ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ കൊടുത്തിരിക്കുന്ന ബ്ലഡിന്റെ വോളിയം ആണോ? പുതിയ ബ്ലഡ്, അതായത് ന്യൂ ആയിട്ട് ഫോം ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽസ് എവറി 120 ഡേയ്സ് കഴിയുമ്പോൾ RBC ഫോം ചെയ്യില്ലേ? സോ അതിനെയാണോ? അതോ ബ്ലഡ് ദാറ്റ് ഈസ് RBC, ഇപ്പോഴുള്ള RBC സെല്ലുകളെയാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, ബ്ലഡ് ദാറ്റ് ഈസ് റെഡ് ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോ അവൈലബിലിറ്റി refers to the relative amount of drug that reaches the, so bio availability എന്ന് പറഞ്ഞാൽ എന്താണ്? the amount of drug that reaches the systemic circulation. so orally ഒരു ഡ്രഗ് കൊടുത്തു അല്ലെങ്കിൽ IV ഒരു ഡ്രഗ് കൊടുത്തു, എത്രത്തോളം നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നു അതിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം യൂഷ്വലി ഓറലി ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയിലുള്ള പല മെറ്റബോളിസവും കഴിഞ്ഞ് അല്ലെങ്കിൽ ബൈപ്പാസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ എത്തുന്ന 100 ചിലപ്പോൾ 60% എടുത്തേ നമുക്ക് എവിടെ കിട്ടുള്ളൂ? നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കിട്ടുള്ളൂ. പക്ഷെ പാരന്റൽ പ്രിപ്പറേഷൻ ആണെങ്കിലോ 100 കൊടുത്താൽ 100 തന്നെ നമുക്ക് എവിടെ കിട്ടും? ബ്ലഡ് സ്ട്രീമിലേക്ക് കിട്ടും. സോ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഫോർമുലേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഏറ്റവും കുറവ് ഓറൽ ഡോസേജ് ഫോമിനായിരിക്കും. ദെൻ സൊല്യൂഷൻസ്, സസ്പെൻഷൻസ്, എമൽഷൻസ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു ബയോ അവൈലബിലിറ്റി തരാൻ സാധിക്കുന്നത് പാരന്റൽ പ്രിപ്പറേഷൻസ് തന്നെയായിരിക്കും. സോ ചോദ്യം എന്താണ്? ബയോ അവൈലബിലിറ്റി refers to the relative amount of drug that reaches the systemic circulation. ബ്ലഡിൽ റീച്ച് ചെയ്യുന്ന ഡ്രഗിന്റെ ലെവലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, the primary proof of a drug's availability is the, okay, so ഒരു ഡ്രഗ് ബോഡിയിൽ അവൈലബിൾ ആയി എന്നുള്ളതിന്റെ പ്രൂഫ് എന്താണ്? നിങ്ങളിപ്പോ ഒരു പെയിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെൻസ്ട്രൽ ക്രാമ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈക്ലോപാം എന്ന് പറയുന്ന ഒരു മെഡിസിൻ എടുത്തു വന്നിരിക്കട്ടെ. സോ വെൻ യു ആർ ഫീലിംഗ് a decrease in pain, അതാണ് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ ആ പെയിൻ കുറയുന്ന സമയമാണ് ഡ്രഗ് അവൈലബിൾ ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇത് തന്നെയാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. പ്രൈമറി പ്രൂഫ് എന്താ? തെളിവ്. ഡ്രഗ് ബോഡിയിൽ എത്തുന്നു അല്ലെങ്കിൽ എത്തി എന്നുള്ള തെളിവ് ഏതാണ്? പ്രൈമറി പ്രൂഫ് ഓഫ് എ ഡ്രഗ്സ് അവൈലബിലിറ്റി ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് ഹൈ ബ്ലഡ് ലെവൽ, പ്രൊഡക്ഷൻ ഓഫ് ഹൈ യൂറിൻ ലെവൽ, അപ്പിയറൻസ് ഓഫ് മെറ്റബോളൈറ്റ്സ് ഇൻ ദ യൂറിൻ. സോ ഈ അപ്പിയറൻസ്, ഹൈ വോളിയം ഇൻ ദ ബ്ലഡ്, യൂറിൻ ലെവൽ എന്നൊക്കെ പറയും. നമ്മളത് എന്താ പറയാ, വിഡ്രോ ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ ഇഫക്റ്റ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വൺ, to produce its characteristic pharmacological action,
എ ഡ്രഗ് മസ്റ്റ് ഓൾവേസ്. സോ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ്, ഓക്കെ, ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷൻ തരാൻ ഡ്രഗ് ഷുഡ് റീച്ച് ഹൈ ബ്ലഡ് ലെവൽ, ബി അബ്സോർബ്ഡ് ഫ്രം ദ GI tract, അച്ചീവ് adequate concentration in the stomach, be excreted unchanged in the urine. സോ ഇതെല്ലാം ഒരു ഡ്രഗിനെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ തരാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. ഒരു ക്യാരക്ടറിസ്റ്റിക് ഫാർമക്കോളജിക്കൽ ആക്ഷൻ തരണമെങ്കിൽ ഡ്രഗ് എവിടെ എത്തണമെന്നാണ് ചോദ്യം. അപ്പോൾ ഡ്രഗ് ബ്ലഡിൽ പരമാവധി ഒരു ലെവൽ എത്തിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. GI ട്രാക്റ്റിൽ നിന്ന് ആ ഡ്രഗ് അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഡ്രഗ് നമുക്ക് ഏത് സൈറ്റിലാണോ എത്തേണ്ടത് അവിടെ എന്ത് ചെയ്യണം? ആഡിക്വേറ്റ് കോൺസെൻട്രേഷൻ റീച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഡ്രഗിന് ഫാർമക്കോളജിക്കൽ ആക്ഷൻ തരാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ യൂറിൻ കൂടെ അൺചേഞ്ച്ഡ് ആയിട്ട് എക്സ്ക്രീറ്റ് ആയാലും കാര്യമൊന്നുമില്ല. Then differences in bioavailability are most frequently observed in, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു there is a systemic route അല്ലേ. അപ്പം ഈ ഓറലിലാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും ബയോ അവൈലബിലിറ്റി. IV ആണെങ്കിൽ ബയോ അവൈലബിലിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. കാരണം എന്താ? ഓറലില് ഓരോ പേഷ്യന്റ്, ഏജ്, ഡിസീസ് ഒക്കെ അനുസരിച്ച് ഡ്രഗ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്നത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിഫറൻസ് ഇൻ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വന്റ്ലി ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത് ഓറൽ കേസിലാണ്. ഓക്കെ, ബി ആണ്. സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് ബിലോ ദ സ്കിൻ അല്ലെ, സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. സോ എത്ര ഡോസ് ഓഫ് ദ ഡ്രഗ് എടുക്കുന്നു അത്രയും ഡോസ് തന്നെ സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് എത്തുന്നു. അവിടുന്ന് ഡീപ്പോർട്ടായിട്ട് പതിയെ ആയിരിക്കും ബോഡിയിലേക്ക് കയറുന്നത്. അവിടെ ഫ്ലക്ച്വേഷൻസ് വരേണ്ട സാധ്യതയില്ല. ഫ്ലക്ച്വേഷൻസ് വരാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫാറ്റ് കണ്ടന്റ് ആൻഡ് ഓൾ. IV എന്ന് പറഞ്ഞാൽ 100% കിട്ടും. സബ്ലിംഗ്വലിലും വലിയ വേരിയേഷൻസ് ഇല്ല. ഓറലിലാണ് ബോഡിയിലെ ഡിസീസ് കണ്ടീഷൻ, ഏജ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അനുസരിച്ചിട്ട് ഓറലിലാണ് ബയോ അവൈലബിലിറ്റി നമുക്ക് കുറയാനും കൂടാനും ഒക്കെ സാധ്യതയുള്ളത്. നെക്സ്റ്റ് വൺ, ദ മോസ്റ്റ് കോമൺ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡ്രഗ് IM, IV, ടോപ്പിക്കൽ. ടോപ്പിക്കൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം, പക്ഷെ ഓൺലി ഫോർ ടോപ്പിക്കൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ടോപ്പിക് ഇൻഫ്ലമേഷൻസ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ടോപ്പിക്കൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് പേഷ്യൻസിന് കൺവീനിയന്റും ആണ്, കംഫർട്ടബിളും ആണ്. പക്ഷേ മോസ്റ്റ് കോമൺ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് എന്ന് ചോദിച്ചാൽ അത് ഓറൽ റൂട്ടാണ്. കാരണം അതിനകത്ത് ഒരു എക്സ്പേർട്ട് ആയിട്ട് ആളുടെ ആവശ്യമില്ല. പേഷ്യന്റ് സെൽഫായിട്ട് എടുക്കാൻ സാധിക്കും. ടോക്സിസിറ്റി കുറവായിരിക്കും. കാരണം കുറച്ച് ബയോ അവൈലബിലിറ്റിയിൽ വേരിയേഷൻസ് വരുന്നതുകൊണ്ട് തന്നെ 100% ഓഫ് ദ ഡ്രഗ് പേഷ്യന്റ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് ഈസി, ചീപ്പ്, എക്കണോമിക്കലൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓറൽ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് മോസ്റ്റ് ഡ്രഗ് അക്രോസ് ബയോളജിക്കൽ മെമ്പറൈൻ. അപ്പൊ ഒരു മെമ്പറൈനിന്റെ അപ്പുറവും ഇപ്പുറവും ആ കണ്ടൻസ് അല്ലെങ്കിൽ അയോൺസ് സർക്കുലേറ്റ് ചെയ്യുന്ന ഏത് മെത്തേഡിൽ കൂടിയാണ്? ആക്റ്റീവ് ആണോ? ആക്റ്റീവ് മീൻ റിക്വയർസ് എനർജി ഫോർ ദ ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് ആണോ? പീനോസൈറ്റോസിസ് ആൻഡ് ഫാഗോസൈറ്റോസിസ്. സോ വാട്ട് ഈസ് പീനോസൈറ്റോസിസ് ആൻഡ് ഫാഗോസൈറ്റോസിസ്? ഫാഗോസൈറ്റോസിസ് എന്താണ്? ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാഗോസൈറ്റോസിസ് സെൽ ഈറ്റിംഗ്. ഓക്കെ, സോ അപ്പൊ മാക്രോഫേജസ് ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിനെ എൻഗൾഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാഗോസൈറ്റോസിസ്. സെൽ ഡ്രിങ്കിങ്ങിനെയാണ് പീനോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ചോദ്യം എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഡ്രഗ് അക്രോസ് ബയോളജിക്കൽ മെംബ്രൈൻ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് പാസീവ് ട്രാൻസ്പോർട്ട്. Next one is the antihypertensive effect of guanethidine is inhibited by. So guanethidine എന്ന് പറയുന്ന ഡ്രഗ് ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ തരുന്ന ഒരു ഡ്രഗ് ആണ്, ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഏജന്റ് ആണ്. പക്ഷെ താഴെ പറയുന്ന ഏതോ ഒരു ഏജന്റിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഇഫക്റ്റ് ഇൻഹിബിറ്റഡ് ആവുന്നുണ്ട്. അത് ഏതാണ്? ഡയസെപ്പാം, അമിട്രിപ്റ്റിലിൻ, ഹൈഡ്രോക്ലോർതയസൈഡ്, പ്രൊബൻസിൻ. ഉത്തരം അമിട്രിപ്റ്റിലിൻ ആണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈപ്പോടെൻഷൻ ആക്കി മാറ്റുന്നു.
ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. സോ ആന്റി ഹൈപ്പർടെൻസീവ് ഇഫക്റ്റ് ഓഫ് ഗുവാനത്തിലിൻ എന്ന് പറയുന്നത് അമിട്രിപ്റ്റിലിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എവിടെയാണോ അത് ബൈൻഡഡ് ആയിട്ടുള്ളത് അവിടുന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിന്റെ ആന്റി ഹൈപ്പർടെൻസീവ് ഇഫക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് പേഷ്യന്റിൽ ഒരു ആന്റി ഹൈപ്പോടെൻസീവ് അല്ലെങ്കിൽ ഹൈപ്പോടെൻസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആന്റി ഹൈപ്പർടെൻസീവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൺട്രോളിങ് ടു എ നോർമൽ ലെവൽ. ഓക്കെ, അതായത് ബിലോ നോർമലിലേക്ക് കൊണ്ടുപോകാനല്ല. പക്ഷെ അമിട്രിപ്റ്റിലിൻ ഉപയോഗിക്കുമ്പോൾ ബിലോ നോർമൽ പോകും, പേഷ്യന്റ് വീണ്ടും ഹൈപ്പോടെൻസീവ് ആവും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ആന്റി ഹൈപ്പർടെൻസീവ് കൊടുക്കുന്നത് തന്നെ നമ്മൾ ബി പി ലോവർ ചെയ്യാനല്ലേ എന്ന്. അതെ, ബി പി ലോവർ ചെയ്യാനാണ്. പക്ഷെ അമിട്രിപ്റ്റിലിൻ കൊടുക്കുന്ന സമയം ആ നോർമൽ ലെവലിനേക്കാളും താഴെ പോകും. അപ്പോൾ എന്താ സംഭവിക്കുക? ഹൈപ്പോടെൻസീവ് ആയിട്ട് മാറും. Next one, shock organ in anaphylactic reactions. Shock organ എന്ന് പറയുന്നത് ലങ് ഷോക്ക് ഓർഗൻ ആണ്. ഹാർട്ട് ഷോക്ക് ഓർഗൻ ആയിട്ട് മാറുന്ന ഒരു ഓർഗൻ ആണ്. സോ ഷോക്ക് ഓർഗൻ ഇൻ അനാഫിലാറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ലിവർ അല്ല, സ്പ്ലീൻ അല്ല, കിഡ്നി അല്ല, ഇറ്റ് ഈസ് ലങ്. റെസ്പിറേറ്ററി ഷോക്ക് അല്ലെങ്കിൽ അനാഫിലാറ്റിക് ഷോക്ക് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലങ്സ് ആണ്. Methotrexate has been shown to be of clinical use in the management of. So ഇതിനകത്ത് പല കണ്ടീഷൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സെബോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെബോറിയ സൂപ്പർഫേഷ്യൽ സ്കിന്നിന്റെ ലെയർ പീൽ ഓഫ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനാണ് സെബോറിയ. ആക്നെ അറിയാം അല്ലെ, മുഖക്കുരു. ചിലപ്പം സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസ് ഒക്കെ ഏതെങ്കിലും ഒരു സൂപ്പർഫിഷ്യൽ ലെയർ വന്ന് മൂടിയത് കൊണ്ട് പിന്നീട് ആ ഫോറിൻ പാർട്ടിക്കിളിനെ പുറത്തേക്ക് കളയാൻ വേണ്ടി ബോഡിയുടെ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് ആക്നെ എന്ന് പറയുന്നത്. ദെൻ സോറിയാസിസ് അറിയാം, ഇറ്റ്സ് എൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. ദെൻ ഇസ് വാട്ട് യൂഷ്വലി വൈറൽ ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം മെത്തോട്രെക്സേറ്റ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു സ്റ്റിറോയിഡൽ ഡ്രഗ് അല്ലെങ്കിൽ മെർകാപ്റ്റോപ്യൂരിൻ പോലെയുള്ള ഏജൻസിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മെത്തോട്രെക്സേറ്റ് റൊമാറ്റിക് പേഷ്യൻസിലൊക്കെ കൊടുക്കാറുണ്ട്. സോ ഈ മെത്തോട്രെക്സേറ്റ് കൊടുക്കുമ്പോൾ സോറിയാസിസ് പോലെയുള്ള സ്കിൻ കണ്ടീഷൻസിൽ നല്ല രീതിയിൽ പേഷ്യന്റിൽ ഒരു ഇഫക്റ്റ് തരുന്നതായിട്ട് കാണാം. Next one is choose the following immunosuppressant drug which is a folic acid antagonist. So folic acid antagonist ആണ്. നമുക്ക് folic acid എക്സ്ട്രാ ആയിട്ട് പേഷ്യന്റിൽ സപ്ലിമെന്റ് ചെയ്യണം. ആൻഡ് പ്രഗ്നന്റ് ലേഡീസിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഏജന്റ് ആണ് മെത്തോട്രെക്സേറ്റ്. സോ ഫോളിക് ആസിഡ് ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസന്റ് ഡ്രഗിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് മെത്തോട്രെക്സേറ്റ്. സോ അസാതയോപ്രിൻ ഉണ്ട്, മെർകാപ്റ്റോപ്യൂരിൻ ഉണ്ട്, നൈട്രജൻ മസ്റ്റാർഡ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ കീമോയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. പക്ഷെ ഫോളിക് ആസിഡ് ആന്റഗോണിസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ്, മെത്തോട്രെക്സേറ്റ് ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, choose the following agent which is not administered intravenously. So general anesthetic എന്നുള്ള ടോപ്പിക് പഠിച്ചിട്ടുള്ളവർക്ക് ഇതിന്റെ ഉത്തരങ്ങൾ അറിയാം. തയോപെന്റൈൽ സോഡിയം, ഹാലോതേൻ, കീറ്റമീൻ, മെത്തോഹെക്സിറ്റൈൽ സോഡിയം, all these are dissociative anesthetic ആണ്. തയോപെന്റൈൽ സോഡിയവും മെത്തോഹെക്സിറ്റൈൽ സോഡിയവും രണ്ടും IV ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ്. ഓൺലി ഇൻഹേലേഷനിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാലത്തേൻ മാത്രമേ ഉള്ളൂ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജന്റ് ഈസ് നോട്ട് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഹാലോത്തേൻ ആണ് ഉത്തരം. Ile's tube is used for feeding to remove poison from the stomach and to do gastric lavage by washing it with KMNO for potassium permanganate. So നമ്മുടെ ക്വസ്റ്റ്യൻ Ile's tube ഉപയോഗിക്കുന്നത് ഏതിനാണ്? ഫീഡ് ചെയ്യാനാണോ? ഇപ്പം അൺകോൺഷ്യസ് ആയിട്ടുള്ള വെന്റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് Ile's tube. Then to remove poison, then അതേപോലെ ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ടോ? Ile's ട്യൂബിന്റെ ഉപയോഗം ഇതെല്ലാം ഫീഡ് ചെയ്യാൻ, ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യാൻ, അതേപോലെ തന്നെ പോയിസൺ സ്റ്റൊമക്കിൽ നിന്ന് റിമൂവ് ചെയ്യാനും നമ്മൾ Ile's ട്യൂബ് ഉപയോഗിക്കാറുണ്ട്. Then choose the hospital classified based on cost. Okay, so hospitals-നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൂന്നല്ല, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മളുടെ ചോദ്യം എന്താണ്? കോസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ,
മെയിൻലി 4 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെ. സോ ഒന്ന് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പിന്നെ സൈസിനെ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പിന്നെ ഓണർഷിപ്പ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ ഇപ്പൊ ചില സമയം മെഡിക്കൽ കോളേജസിനോടൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, അങ്ങനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾക്ക് ചോദ്യം എന്താണ്, ഹോസ്പിറ്റലിനെ കോസ്റ്റ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ബഡ്ജറ്റ് ഹോസ്പിറ്റലാണ് ആൻസർ അല്ലെ. സോ ബഡ്ജറ്റിനകത്ത് തന്നെ ലോ ബഡ്ജറ്റ് ഉണ്ട്, ഫ്രീ വരുന്നതുണ്ട്, ദെൻ ഹൈ കോസ്റ്റ് വരുന്നുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇനി മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട് ആൻഡ് സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിന് ഓരോന്നിനും ഓരോ നമ്പേഴ്സ് ഉണ്ട്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ലെസ് ദാൻ 100. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നിയോണ്ടാണ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെസ് ദാൻ 100 ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്മോൾ എന്ന് പറയുന്നത്. ഇനി മീഡിയം സൈസ് എന്ന് പറഞ്ഞാലോ ഒരു 100 to ഒരു 500 എന്നൊക്കെ പറയുന്ന ബെഡ് ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്മോൾ സൈസ്ഡ് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, സോ വെരി സ്മോൾ സൈസ്ഡ് എന്ന് പറയുമ്പോഴാണ് ലെസ് ദാൻ 100 ബെഡ്. ഓക്കെ, 100 ബെഡിൽ താഴെ വരുന്നതാണ് വെരി സ്മോൾ ഹോസ്പിറ്റൽസ്. അപ്പോൾ സ്മോൾ ഹോസ്പിറ്റൽ എന്താണ്, 100 മുതൽ 500 ബെഡ് വരെ ഉള്ളത് സ്മോൾ ഹോസ്പിറ്റൽസ്. ഇനിതാ മീഡിയം ഹോസ്പിറ്റൽ ആകുമ്പോൾ എത്ര വരും, 500 to ഒരു 1000. ലാർജ് ആകുമ്പോഴോ മോർ ദാൻ 1000 വരുന്നതാണ് ലാർജ് ഹോസ്പിറ്റൽസ്. ഇപ്പൊ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിയില്ലേ. ഹോസ്പിറ്റൽസിനെ കോസ്റ്റ് വെച്ചിട്ടും സൈസ് വെച്ചിട്ടും ഓണർഷിപ്പ് വെച്ചിട്ടും ഇനി മെഡിക്കൽ കോളേജസിനോട് ലിങ്ക് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് മെയിൻലി ഹോസ്പിറ്റൽ ഫാർമസിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഏരിയാസ്. കൃത്യമായിട്ട് പഠിക്കുക. സോ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ്, ഇതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം സൈസ് ആണെന്ന് നമുക്കറിയാം, ബഡ്ജറ്റ് ഹോസ്പിറ്റൽസ് മാത്രമേ വരുന്നുള്ളൂ. അടുത്ത ചോദ്യം, ബെഡ് സ്ട്രെങ്ത് ഓഫ് മീഡിയം ഹോസ്പിറ്റൽ. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. എത്രയായിരുന്നു മീഡിയം ഹോസ്പിറ്റലിൻ്റെ, 500 to 1000. സോ നോക്കൂ, ബെഡ് സ്ട്രെങ്ത് ഓഫ് മീഡിയം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ബി, 500 to 1000 ആണ്. ഓപ്ഷൻസിൽ പിന്നെയും കാണാൻ പറ്റും 1000 ഉണ്ട്. 1000 ആണെങ്കിൽ ഏതാണ്, ലാർജ്. 100 to 500 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്മോൾ. 100 and less than that are very small hospitals. Okay, next one, hospital containing dulux rooms are equipped with a fridge, TV and telephone. So ഡ്യൂലക്സ് റൂമുകളുള്ള ഹോസ്പിറ്റൽ ഏതാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് ഉണ്ട്, യുനാനി ഹോസ്പിറ്റൽ ഉണ്ട്, അലോപ്പതിക് ഹോസ്പിറ്റൽ ഉണ്ട്, ഈ ലൈറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ബഡ്ജറ്റിന്റെ അകത്ത് വരുന്നത്, കോസ്റ്റ് വെച്ചിട്ട് വരുന്നത് ഇവരാണ്. യുനാനി അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നതൊക്കെ അല്ലെങ്കിൽ അലോപ്പതി എന്ന് പറയുന്നതൊക്കെ പർട്ടിക്കുലർ സ്ട്രീം ഓഫ് മെഡിസിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, സോ ഡ്യൂലക്സ് എന്നൊക്കെ റൂം കേൾക്കുമ്പോൾ നമ്മൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതാണ്, ഈ ലൈറ്റ് ഹോസ്പിറ്റൽസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, എൻറ്റീരിയർ ന്യൂട്രീഷൻ ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ. നമുക്ക് തന്നെ അറിയാം രണ്ട് തരത്തിലുള്ള റൂട്ടിംഗ് ആണുള്ളത്. ഒന്ന് എൻറ്റീരിയർ, പിന്നെ ഉള്ളത് പേരൻട്രൽ അല്ലെ. സോ അതിന്റെ പേരൻട്രൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് റൂട്ടാണ്, IV അല്ലെങ്കിൽ ഇൻജെക്ഷൻ റൂട്ട്സ് ഒക്കെ പേരൻട്രൽ റൂട്ടാണ് അല്ലെ. നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ പരമാവധി പീക്ക് തരുന്ന റൂട്ടാണ് പേരൻട്രൽ റൂട്ട്. ചോദ്യം എന്താണ്, എൻറ്റീരിയർ ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, GI റൂട്ട്. നെക്സ്റ്റ് വൺ ഈസ് choose the hospital in which traditional system is present. Okay, യുനാനിയിലാണോ, ഹോമിയോപ്പതിയിലാണോ, ആയുർവേദത്തിലാണോ, അലോപ്പതിയിലാണോ ട്രഡീഷണൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ആയുർവേദമാണ് അല്ലെ. ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആയുർവേദിക് സിസ്റ്റമാണ്. സോ ഓപ്ഷൻ സി, ആയുർവേദിക് ഹോസ്പിറ്റൽസ്. Next one, choose the hospital based on clinical orientation. So clinical orientation, ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നാം ഐ ഹോസ്പിറ്റൽ, കിഡ്നി ഹോസ്പിറ്റൽ, ഓർത്തിയോപൈഡിക്, ഇതൊക്കെ ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസ് അല്ലേന്ന്. അല്ല, അതൊക്കെ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ അണ്ടറിൽ പെടുന്നതാണ്. ക്ലിനിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അത് എ ആണ്, ക്യാൻസർ ഹോസ്പിറ്റൽസ്. കിഡ്നി, ഓർത്തോപെഡിക്, ഐ എന്നൊക്കെ പറയുന്നത് അനാറ്റമി ആൻഡ്
ഫിസിയോളജിയുടെ പാർട്ടിൽ വരുന്നതാണ്. ചോദ്യമുണ്ട് കണ്ടോ. ദ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സ്പെഷ്യലൈസേഷൻ ഹോസ്പിറ്റൽ ഏതാണെന്ന്. ലെപ്രസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുഷ്ഠം, TB നിങ്ങൾക്ക് അറിയാം ക്ഷയം, ദെൻ മെന്റൽ ഹോസ്പിറ്റൽസ് ആൻഡ് ഐ ഹോസ്പിറ്റൽ. ഇതിന്റെ അകത്ത് ലെപ്രസി എന്ന് പറയുന്നത് ഒരു ഡിസീസ് ആണ്. TB എന്ന് പറയുന്നതും ഒരു ഡിസീസ് ആണ്, കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ലെപ്രസി ഈസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രേ. ആൻഡ് മെന്റൽ ഹോസ്പിറ്റൽസ് നമ്മുടെ ബ്രെയിനിലുള്ള സെറോട്ടോണിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ലെവലിലുള്ള ഡിഫറൻസ് കൊണ്ട് സംഭവിക്കാവുന്ന ഒരു ഡിസീസ് ആണ് മെന്റൽ ഡിസീസ്. അവർ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് മെന്റൽ ഹോസ്പിറ്റൽസ്. TB ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് TB ഹോസ്പിറ്റൽസ്. ലെപ്രസി ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ലെപ്രസി ഹോസ്പിറ്റൽസ്. ചോദ്യം എന്താണ്? അനാറ്റമി അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഹോസ്പിറ്റൽ ഇവയിൽ ഏതാണ്? അനാറ്റമി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഐ എന്താണ്? നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് വെച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് അവൈലബിൾ ആസ് എ പാച്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, പാച്ചുകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്കിന്നിന് മുകളിൽ നമ്മൾ ഒരു പാച്ച് ആയിട്ട് ഈ പർട്ടിക്കുലർ ഡ്രഗ് ഉള്ള പാച്ചിനെ ഒട്ടിക്കുന്നു. അവിടെ നിന്ന് റിക്വയർഡ് എമൗണ്ട് ഓഫ് ദ ഡ്രഗ്, സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്ര ഡ്രഗ് ആണോ ആവശ്യം അതനുസരിച്ച് ഈ പാച്ചിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ഒരു ഡീപ്പോട്ട് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും, പല ലെയറുകളിലായിട്ടായിരിക്കും ഡ്രഗ് വെച്ചിട്ടുണ്ടാവുക. സോ ഒരു സിംഗിൾ ഡേ അഡ്മിനിസ്റ്റർ ചെയ്താൽ 3 to 4 days വരെയൊക്കെ നമുക്ക് എന്ത് കിട്ടും? ആ ഡ്രഗിന്റെ ഇഫക്റ്റ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഫെന്റനൈൽ, സെക്കൻഡ് വൺ ഇസ് നൈട്രോഗ്ലിസറിൻ ആൻഡ് സ്കോപ്പോലമൈൻ. ഇവരെല്ലാവരെയും തന്നെ ഫെന്റനിലൊക്കെ പെയിൻ ഉപയോഗിക്കാം, നൈട്രോഗ്ലിസറിൻ അഞ്ചൈനയ്ക്ക് ഉപയോഗിക്കാം. സോ ഇതൊക്കെ പാച്ച് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പം അഞ്ചൈനയൊക്കെ അറിയാലോ, പേഷ്യന്റിന് ഒരു കൊറോണറി മസ്കുലർ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ചൈന വരാനുള്ള സാധ്യത കൂടുതലാണ്. പേഷ്യന്റ് റിപ്പീറ്റഡ് ആയിട്ട് അറ്റാക്ക് വന്നപ്പോൾ ലൈഫ് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാച്ച് ആയിട്ട് നൈട്രോഗ്ലിസറിൻ എടുക്കും. സോ ഒരു പെർമനന്റ് ആയിട്ടൊരു വാസോ ഡൈലറ്റേഷൻ പേഷ്യന്റിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. വാസോ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴാണല്ലോ പെയിൻ വരുന്നത്. സോ നമ്മൾ വാസോ ഡൈലറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പാച്ച് പോലെ ഒട്ടിച്ചു കൊടുക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ ഓഫ് ദി എബവ് ആണ് അതിന് ഉത്തരം വരുന്നത്. ഓക്കെ, next one is which characteristic is not important when preparing an IV admixture. So IV ആയിട്ട് ഒരു പ്രിപ്പറേഷൻ വെക്കണം. നമ്മൾ പറഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡിൽ ഡയറക്ട്ലി വെസലിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ IV ലൈനിലേക്ക് ഡ്രഗ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് IV admixture എന്ന് വിളിക്കുന്നത്. സോ സോല്യൂബിലിറ്റി, സ്റ്റെറിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് പാലറ്റബിലിറ്റി. ഉത്തരം പാലറ്റബിലിറ്റി ആണ്. എന്തുകൊണ്ടാണ് പാലറ്റബിലിറ്റി വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓറൽ ഡ്രഗ് എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഓറലി ഒരു ഡ്രഗ് എടുക്കുന്ന സമയം പേഷ്യന്റിന് ഡ്രഗിന്റെ ഒരു ടേസ്റ്റ്, സ്മെല്ല്, പേഷ്യന്റ് ഡ്രഗ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ. പക്ഷെ IV ആയിട്ട് കൊടുക്കുന്ന സമയം പേഷ്യന്റിൽ ഈ പാലറ്റബിലിറ്റി എന്നുള്ളൊരു പ്രോബ്ലം ഇല്ല. ഡ്രഗിന്റെ സോല്യൂബിലിറ്റിയും സ്റ്റെറിലിറ്റിയും സ്റ്റെബിലിറ്റിയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെറിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു മൈക്രോ ഓർഗാനിസോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ പ്രസൻസോ ഈവൻ എന്തെങ്കിലും ഒരു ഫൈബറിന്റെ പ്രസൻസ് പോലും ബോഡിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാം. കാരണം ഡയറക്ട്ലി IV ലൈനിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് IV അഡ്മിക്സ്ചറിന്റെ അകത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതും പ്രധാനമല്ലാത്തതും ഏതാണ് എന്നാണ്. സോലിബിലിറ്റി പ്രധാനമാണ്, സ്റ്റെബിലിറ്റി പ്രധാനമാണ്, സ്റ്റെറിലിറ്റിയും പ്രധാനമാണ്. പാലറ്റബിലിറ്റി എന്ന് പറയുന്നത് ഓറൽ ഡ്രഗിനെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടറാണ്. സോ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, സക്സസ്ഫുൾ ഹോസ്പിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഗുഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് പ്ലാനിങ്, ഗുഡ് ഡിസിഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. ഓൾ ഓഫ് ദ എബവ്. ഉത്തരം ഓൾ ഓഫ് ദ എബവ് ആണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായാൽ മാത്രം പോരാ അല്ലെ, അതിൻ്റെ അകത്ത് കുറെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും കുറെ എന്താ പറയാ ഡിസൈനിങ്ങും കുറെ പ്ലാനിങ്ങും കുറെ ഗ്രൂപ്പ് വർക്കും ഒക്കെ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ പഠിക്കുന്നത് തന്നെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് പ്ലാനിങ് വേണം. സോ വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദ പേഷ്യൻസ്, വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഫോർ ദ ട്രീറ്റ്മെന്റ്, എങ്ങനെ അത് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഗുഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഗുഡ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻസ്. നമ്മൾ ലേ ഔട്ടിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഫാർമസി സെറ്റപ്പ് ചെയ്യുമ്പോൾ പോലും OPയും IPയും ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ OP പേഷ്യൻസ് ഇൻ പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലും OP പേഷ്യന്റിന് എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡിങ് ദ സീറ്റിംഗ് അവൈലബിലിറ്റി എഷ്വർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. സോ ലേ ഔട്ടിന് പ്രാധാന്യമാണ് ഡിസൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്.
സ്റ്റെറൈൽ ആയിട്ടുള്ള ഇപ്പം CSSD-യുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെൻട്രൽ സ്റ്റെറൈൽ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രോഡക്റ്റുകൾ ഏറ്റവും നീടായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ വേണം സ്ഥാപിക്കാനായിട്ട്. സോ CSSD എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പറേഷൻ തിയേറ്റേഴ്സ് കൂടുതലായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ ആയിരിക്കും നമ്മൾ സ്ഥാപിക്കുന്നത്. അതാണ് കൺസ്ട്രക്ഷന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻസ് ഒരു ഹോസ്പിറ്റലിന്റെ സക്സസിന് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ very important and key factor of a successful hospital. So all of the options A, B and C are answers. Option D ആണ് അതിന്റെ ഉത്തരം. So thank you.